അതിനേശ് വരും ഈശന്റെ കൂട്ടുകാർ റാറ്റിന്റെ ഫോൺ നമ്പർ കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ അവനെ നേരിട്ട് കണ്ട് സംസാരിക്കും. അപ്പോഴാണ് അവനും പറയുന്നത് തീർച്ചയായിട്ടും ഈശനൊന്നും ഹെയ്റ്റാങ്ങിനെ ഒരിക്കലും കൊല്ലത്തില്ലെന്ന്. കാരണം 30 വർഷം മുമ്പേ അവൻ മരിച്ചതായിട്ട് ഹെയ്റ്റാങ്ങിനെ കാണിച്ച. അങ്ങനെ ആ കാര്യം ഇവൻ തന്നെയാ നേരിട്ട് അവളോട് ചെന്ന് പറഞ്ഞ. അങ്ങനെ ആ കാര്യം ഇവനും പറയുമ്പം ഇത് കേട്ട് അവ രണ്ടുപേരും കൂടെ എന്തിനാ ഈശു മരിച്ചതായിട്ട് അവളുടെ അടുത്ത് അങ്ങനെ കാണിച്ചെന്ന് ചോദിക്കും. അപ്പോഴാണ് റാറ്റും അവന്റെ ശിക്ഷ ഒരു 10-14 വർഷം നീണ്ടുപോകുന്ന പേടിച്ചിട്ട് അതുവരെ ഹെയ്റ്റാങ് ഇവന് വേണ്ടി കാത്തിന്ന് ഇവനോർത്ത് വിഷമിക്കേണ്ടെന്ന് വിചാരിച്ച് അവൻ തന്നെ ഇവനോട് ഒരു ദിവസം ഇവൻ മരിച്ചായിട്ട് ഹെയ്റ്റാങ്ങിനോട് ചെന്ന് പറയാൻ വേണ്ടി പറഞ്ഞ. അങ്ങനെ ആകെ ഹെയ്റ്റാങ്ങിന്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കുവാണ്. അത് അവളുടെ അച്ഛൻ മാത്രമുള്ളെന്ന് പറയുമ്പം ഇത് കേട്ട് ഹെയ്റ്റാങ്ങിന്റെ മകനാണ് ഷോക്കായിട്ട് എന്റെ അമ്മയുടെ അച്ഛനെ കുറിച്ച് ഇതിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവന് ഷോക്കായി പോകും. അപ്പോഴാണ് റാറ്റും ഇവന്റെ അമ്മയുടെ അച്ഛൻ അത്രയ്ക്ക് ഒരു മോശമായിട്ടുള്ള ആളാന്ന് പറഞ്ഞ് അവൻ കാരണം ഹെയ്റ്റാങ് കുറെ പ്രാവശ്യം മരിക്കാൻ വേണ്ടി പോയെന്നൊക്കെ പറയും. അങ്ങനെ അവനുമായിട്ട് ഇവളുടെ അമ്മ ബന്ധം നിർത്തിയോടെ അതിനുശേഷം ഇവൻ അയാളൊന്നും കണ്ടിട്ടില്ലെന്ന് പറയും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ ഇവളുടെ അച്ഛൻ എങ്ങനെ ജയിലില്ല എന്നൊക്കെ ഇവനോട് ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ അവന് ആ സമയത്ത് ഞാനും ജയിലിലായിരുന്നു, പക്ഷെ പിന്നീട് എനിക്ക് കുറച്ച് കാര്യം അറിയാമെന്ന് പറഞ്ഞ് ഇവൻ ആ കാര്യങ്ങളൊക്കെ എടുത്തു പറയും. അതായത് ആ ഗാവോടെ ആൾക്കാർ വീണ്ടും വീണ്ടും വന്ന് ലേഡീസിനോടായിരിക്കും ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് ഇത് കാണാൻ വരുന്ന മറ്റേ കടയിലെ ഓണറും ഇങ്ങനെ പ്രായമായിട്ടുള്ള ആൾക്കാരും പെമ്പിള്ളേരെ കടിക്കുന്നതൊക്കെ മോശമെന്ന് പറഞ്ഞ് ഇവരെ വെറുതെ ഇടാൻ പറയുമ്പം അവന്മാർ അത് പറയാം നീ ആരാണെന്ന് അറിഞ്ഞിട്ട് ഓണറിട്ട് അടിച്ച് പൊട്ടിക്കും. അങ്ങനെ ബാക്കി എല്ലാവരും ചുമ്മാ നോക്കി നിൽക്കുമ്പം ഇവന്മാരെല്ലാരും കൂടെ വീണ്ടും വീണ്ടും റാറ്റിന്റെ ഗേൾഫ്രണ്ടിനെ ഇട്ട് ചവിട്ടിക്കൊണ്ടിരിക്കും. അതിനുശേഷം സഹിക്കാൻ പറ്റാതെ ഓണറും പെട്ടെന്ന് ദേഷ്യത്തി നിങ്ങളൊക്കെ കുറെ ഓവറായിട്ടവിടെ പോന്നെന്ന് അറിഞ്ഞ് അവർ എതിർത്തിക്കുമ്പം അവന്മാരെല്ലാരും കൂടെ ഓണറിനെ അടിച്ചിട്ട് പൊട്ടിക്കും. അതിനെ ഷീക്കാരി അറിഞ്ഞ് ഈശനും അവന്റെ കൂട്ടുകാരും കൂടെ അവന്മാരെ കടിച്ച് പൊട്ടിക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇവന്മാരുടെ ഫ്രണ്ട് ചായം വന്നിട്ട് വെപ്പൺസ് ആയിട്ടൊക്കെ എവിടാടാ പോന്നെന്ന് അറിഞ്ഞ് ഇവന്മാരെ തടഞ്ഞു നിർത്തും. അങ്ങനെ ഗാവയെ കൊല്ലാനാണോ അല്ല അവന്റെ കയ്യിൽ നിന്ന് ചാവാനാണെന്ന് അറിഞ്ഞിട്ട് ഇവന്മാരെ മര്യാദയ്ക്ക് ഇവന്മാരെ പണി നോക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവന്മാരാണ് ദേഷ്യത്തി ചായ ഇനി നമ്മൾ എത്ര കാലം എന്ന് പറഞ്ഞ് നോക്കി നിൽക്കാനാ, അവന്മാര് നമ്മുടെ പുറകെ വരാതെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെല്ലാം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾക്കൊന്നും ഇത് കണ്ട് സഹിക്കാൻ പറ്റത്തില്ല, വെറുതെ ഞങ്ങളെ തടയാതെ ഒരു നിങ്ങൾക്ക് പേടിയാണ്, നിങ്ങൾ മാറി നിന്നോ എന്ന് ഇവന്മാർ രണ്ടുപേരും അടിക്കാൻ വേണ്ടി ചെല്ലുമ്പം ചായാണ് ഇവന്മാരെ തടഞ്ഞു നിർത്തിയിട്ട് അവന്മാര് കൊന്നോന്നും ഈ പ്രശ്നം തീരത്തില്ലെന്ന് പറയും. കൂടാതെ അവന്മാരെ കൊന്നിട്ട് ജയിലിൽ പോയാൽ പിന്നെ അവളുമാരെ കാര്യം നോക്കുമെന്ന് പറഞ്ഞിട്ട് ഇവനും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പം അവന്മാര് ദേഷ്യമെല്ലാം കൺട്രോൾ ചെയ്തിട്ട് അവിടെ തന്നെ കുത്തിയിരിക്കും. ഇതേ സമയം ഹെയ്റ്റങ്ങും കടയിലേക്ക് വന്ന് നോക്കുമ്പോഴാണ് ഓണറൊക്കെ അവന്മാരെ എതിർത്തോണ്ട് അവന്മാര് കട ഫുള്ളും പൊളിച്ച് നശിപ്പിച്ചിട്ടേക്കും. അപ്പോഴാണ് ഇത് കണ്ട് ഹെയ്റ്റങ്ങാണ്ട് വിഷമിച്ചിട്ട് ഇതൊക്കെ ഞാൻ കാരണമാണ് ഓണർ എന്ന് പറഞ്ഞ് ഇവള് സോറി പറഞ്ഞതൊക്കെ ക്ലീൻ ചെയ്യുമ്പം അയാളാണ് ഇത് കേട്ടിട്ട് ഇത് മോളുടെ ഭക്ഷണമൊന്നുമില്ല, ഇത് എന്റെ തെറ്റാന്ന് പറഞ്ഞിട്ട് ഈ കട ഇന്നത്തോടെ ക്ലോസ് ചെയ്യാൻ പോകുന്ന പറയും. അപ്പോഴാണ് അവളും കട എന്തിനാ ക്ലോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇവള് ഞാൻ കാരണമാണ് ഇപ്പൊ തന്നെ അവരോട് ചെന്ന് പറയാന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പം ഓണർ അവളെ തെരഞ്ഞെടുത്തിട്ട് അല്ലെങ്കിൽ നമുക്ക് പൈസ ഒന്നും ഇല്ല മോളെ, ഇത് നമ്മുടെയും തെറ്റല്ല, ഈ സ്ഥലം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയാലേ നമുക്ക് സമാധാനിച്ച് ജീവിക്കാൻ പറ്റത്തുള്ളൂ, നീ എന്നോട് സോറിയും ചോദിക്കണ്ട, എനിക്ക് എന്റെ ഫാമിലി ആയിട്ട് ഇനി ഇവിടെ സേഫ് ആയിട്ട് ജീവിക്കാൻ പറ്റും തോന്നില്ല, പക്ഷെ ഹെയ്റ്റാ നീ എന്നെ പോലെ ഒന്നല്ല, നീ നല്ലോണം പഠിക്ക്, നിന്നെ കൊണ്ട് പഠിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റും എന്നിന് ഓണർ അവളെ പറഞ്ഞു വിടുമ്പം ഇവളെ വിഷമിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് അങ്ങ് ചെല്ലും. അതേസമയം തന്നെ ഇവിടെ ചായയും ടീച്ചറെ അവന്മാരെന്തെങ്കിലുമൊക്കെ ശല്യപ്പെടുത്താന്ന് പറഞ്ഞിട്ട് അവരുടെ പുറകെ തന്നെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ടീച്ചർ ഇത് കണ്ടിട്ട് എന്റെ പുറകെ ഇപ്പൊ എന്തിനാ വരുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ചായ ഞാൻ ചുമ്മാ വന്നേന്ന് പറഞ്ഞിട്ട് വീണ്ടും പുറകെ നടന്നുകൊണ്ടിരിക്കും. അപ്പോഴാണ് ടീച്ചറിന്റെ ദേഷ്യത്തി എന്തോ പറ്റി വീണ്ടും ഇപ്പൊ അവന്മാരോട് കൂട്ടുകൂടിയോ, ഇനിയിപ്പോ പഴയതുപോലെ അവന്മാരായിട്ട് കറങ്ങാനാണ് പ്ലാൻ, ഞാൻ ഇന്നലെ കണ്ടായിരുന്നു നീ അവരായിട്ടൊക്കെ വന്നിച്ചിരുന്ന് സംസാരിക്കുന്നത് എന്നിട്ട് ടീച്ചർ വഴക്കുറയുമ്പം ചായയും നിനക്ക് എന്നെ കുറിച്ച് അറിയത്തില്ലെന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോഴാണ് അവര് വിഷമിച്ചോണ്ട് സോറി ഞാൻ അങ്ങനെ വിചാരിച്ചത്, പക്ഷെ എനിക്ക് ഇന്ന് ഒട്ടും മനസ്സിലായില്ല, എല്ലാ തവണയും നീ പറയുന്നത് വിശ്വസിച്ചായിരുന്നു, പക്ഷെ നീ എങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, ഒരു പക്ഷേ ഞാൻ പറയുന്നതൊക്കെ തെറ്റാണെങ്കിൽ നീ എനിക്ക് പ്രൂവ് ചെയ്താണ് എന്നിന് അവരും പറയുമ്പം ചായയാണ് വിഷമിച്ചിട്ട് എനിക്കിനി ഒരു ചാൻസും കൊടുത്താൽ ഞാൻ അവരുടെ പുറകിലൊന്നും പോകത്തില്ല, നമുക്ക് സന്തോഷത്തോടെ വേറൊരു ജീവിതം ജീവിക്കാന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് എവിടെയൊക്കെ പോകാന്ന് പറയും. അപ്പോഴാണ് ടീച്ചറും ഇവിടെ നിന്ന് പോയിട്ട് എന്തോ പ്ലാനും ചോദിക്കുമ്പം ചായ ഒന്ന് പറയാതിരിക്കുന്നിട്ട് അവർ അപ്സെറ്റായി അവിടെ നിന്ന് പോകും. അതേസമയം ഇവിടെ ഗാവോടെ ആൾക്കാരും സമാധാനത്തിൽ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ചായയും നിങ്ങൾ ഇനിയെങ്കിലും ഞങ്ങൾ വെറുതെ വിട്ടോടെന്ന് പറഞ്ഞിട്ട് അവന് മാപ്പ് അപേക്ഷിക്കും. അതുകൊണ്ട് എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും അത് ഇതോടെ മറക്കണം ഗാവെന്ന് പറഞ്ഞ് ചായയും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് അവനും ഓ ഞാൻ എന്തോടെ ചെയ്ത, നീ പറയുന്നിട്ട് ഞാൻ നിന്നെ ശല്യപ്പെടുത്തിയെന്നാണല്ലേ, നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ അവസാനമായിട്ട് നിനക്കൊരു ചാൻസ് തരാം എന്നിനെ ഗാവയും അവനെ ഇരുത്തിയിട്ട് ഒരു ജോലി ഏൽപ്പിക്കും. അങ്ങനെ ഇത് എനിക്ക് വേണ്ടി നീ ചെയ്തു കൊടുത്താൽ മാത്രമേ ഞാൻ നിന്നെ വെറുതെ എടുത്തോളെന്ന് പറഞ്ഞ് ഗാവ അവന് വാക്കുകൊടുക്കും. അതോടെ ചായം എങ്കിൽ പിന്നെ ഇതോടെ നമ്മൾ തമ്മിലുള്ള ബന്ധമെല്ലാം തീർന്നു പറഞ്ഞ് അവൻ ഈ സഹായം മാത്രം ചെയ്തുതരാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. പക്ഷെ ഇവിടെ ഗാവ വേറെന്താ പ്ലാൻ ചെയ്തേക്കുക. അതുകൊണ്ട് ചായ അവിടെ നിന്ന് ഇറങ്ങുമ്പം ആ ഗാവോടെ കൂട്ടാളി ഒരുത്തിനും ഇവന്റെ ലൈറ്റർ വാങ്ങിച്ചിട്ട് അതൊരു എവിഡൻസ് ആയിട്ട് അവൻ കൈ വെച്ചേക്കും. കാരണം ചായ ഇവന്മാരെയൊക്കെ ഒരു കേസിൽ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുക. പക്ഷെ ഈ സത്യം ഒന്നും അറിയാതെ ചായയും നമ്മളെ പറഞ്ഞേച്ച് ഈ ജോലി ചെയ്യാണ് അവൻ വെറുതെ വിടുന്ന് അറിഞ്ഞിട്ട് ഇവന്മാരോടൊന്ന് പറയും. അപ്പോഴാണ് അവന്മാർ വിശ്വസിക്കാതെ ഇത് അവന്മാർ ചെയ്യുന്നതെല്ലാം ട്രാപ്പ് ആയിരിക്കും, നിങ്ങൾക്ക് ഗാവയെ കുറിച്ച് അറിയാലോ, അവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല, കൂടാതെ അവൻ നമ്മൾ ഈ ജോലി ഏൽപ്പിച്ചിട്ട് പുറയുന്ന അവൻ നമുക്ക് വല്ലതും പണി തരും എന്നിന് ഇവന്മാരൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയാലും ഹെയ്റ്റാങ്ങൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്, ഇവർക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ മരിക്കുകയാണെങ്കിലും ആ ഗാവോ പറഞ്ഞ അവസാന ജോലി ചെയ്തിട്ട് നമ്മൾ ബാക്കി കാര്യം
കാര്യം നോക്കാന്ന് പറഞ്ഞിട്ട് ഇവരാ ജോലി ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. എന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഈശ്വരൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹെയ്റ്റ് അങ്ങനെ അടുത്തേക്ക് വന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഒന്നുമില്ല ചുമ്മാ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവൾ വിഷമിക്കാതിരിക്കാൻ വേണ്ടി പറയുമ്പം അവളും ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇവൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഇവൻ്റെ എല്ലാ ഇമോഷൻസും അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയും. അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് ഇവനോട് ചോദിച്ച് മനസ്സിലാക്കുമ്പം അവനാണ് സങ്കടത്തി ഇതുവരെ പൈസയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്താലും ഇവൻ അതിനെക്കുറിച്ചൊന്നും ഒരു ദിവസം പോലും പേടിച്ചിട്ടില്ലെന്ന് അറിയും. പക്ഷെ ഇപ്പോൾ ഇവൻ കാരണം ഇവൾക്ക് ഇത്രയും സംഭവിച്ചുകൊണ്ട് അവനിപ്പോൾ മൊത്തത്തിൽ പേടിയായെന്ന് അറിയും. അങ്ങനെ ഞാൻ കാരണം നിനക്കെല്ലാം പറ്റുമെന്ന് പറഞ്ഞ് അവനും കരയുമ്പം ഇവള് നീ കാരണം എനിക്കൊന്നും പറ്റത്തില്ല, നീ ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴേ മരിച്ചേനെന്ന് പറഞ്ഞിട്ട് ഇവനെ ആശ്വാസപ്പെടുത്തും. അപ്പോഴാണ് അവനും ഒരേ ശിവൻ എന്തേലും ഡേഞ്ചർ ചെന്ന് പെടുവാണ് ഇവൾ അപ്പം തന്നെ ഇവന്റെ അടുത്ത് നിന്ന് മാറിപ്പോകാൻ വേണ്ടി പറയും. അതോടെ അവളാണ് എന്ത് ഡേഞ്ചർ ആയാലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഇവൻ കൂടെ ഉണ്ടെങ്കിൽ അവൾക്ക് നല്ലതേ നടക്കത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് ഇവരുടെ സന്തോഷത്തി നമ്മൾ ഒരുമിച്ചുള്ളതാ നമ്മുടെ ധൈര്യം എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് വിളിച്ച് പോയിക്കൊണ്ടിരിക്കും. ഇതേ സമയം ചായം ടീച്ചറിന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച പൈസ എല്ലാം തിരിച്ചെടുത്തിട്ട് ഒരേശി വീണ്ടും ജീവിക്കാൻ ചാൻസ് കിട്ടിയാൽ പോലും ഈ വഴി തന്നെ ചൂസ് ചെയ്യത്തുള്ളെന്ന് പറയും. അങ്ങനെ ഇവൻ കാരണം കുറെ വിഷമിച്ചുകൊണ്ട് ഇനി അടുത്ത ജന്മം ഉണ്ടെങ്കിലും നമ്മൾ തമ്മിൽ കാണാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് ചായം കുറച്ച് ഇമോഷണൽ ആയിട്ട് പറയുമ്പം ടീച്ചറാണ് ഇപ്പൊ ഇവൻ വല്ല പ്രശ്നത്തിലാണെന്ന് ചോദിക്കും. അപ്പോഴാണ് ചായം എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ എന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നിന്നോട് തുറന്നറിയാൻ വേണ്ടി തന്നെ, എന്തായാലും നമ്മൾ രണ്ടുപേരുടെ ജീവിതം വേറെ വേറെ, ഇതിനു മുമ്പ് ഞാൻ നിന്നെ വേദനിപ്പിച്ചതിനൊക്കെ സോറി. ഇതിനെ ചായ പറയുമ്പം ഇതികയുടെ ടീച്ചർ സന്തോഷത്തി ഇത്തരം വർഷത്തിൽ ആദ്യമായിട്ട് നിന്റെ വായിന്ന് സോറി എന്നൊരു വാക്ക് കേട്ടെന്ന് പറഞ്ഞ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് ഇനി അവരുടെ ജീവിതം രണ്ട് വഴി കൂടെ സന്തോഷിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കും. അതിനുശേഷം അന്ന് രാത്രി ഇവർ മൂന്നേരം കൂടെ ചായ പറഞ്ഞ് ജോലി ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴാണ് വണ്ടിക്കകത്ത് കുറെ പെട്ടിരിക്കുന്നിട്ട് അതിനകത്ത് എന്തോന്ന് അറിഞ്ഞ് ഇവന്മാരും ചോദിക്കുമ്പം ഷായ പെട്ടിക്കകത്ത് എന്തുണ്ടെങ്കിലും ആ ഗാവ പറഞ്ഞ പോലെ ഇത് വയ്ക്കേണ്ട സ്ഥലത്ത് നമ്മൾ വച്ചിട്ട് അപ്പം തന്നെ സ്ഥലം വിടണമെന്ന് പറഞ്ഞ് ഇവന്മാർ അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യണമെന്ന് പറയും. അപ്പോഴാണ് ഇവരിങ്ങനെ പോകുന്ന ആ വഴി കൂടെ പോകുന്ന റാറ്റിന്റെ ഗേൾഫ്രണ്ടും കാണും. അതിനെ ശിവന്മാർ മൂന്നേരം കൂടെ ആ പെട്ടിയിലെ സ്ഥലത്തുണ്ടെന്ന് വെച്ചിട്ട് ഇനി കുറച്ച് സമയം കഴിഞ്ഞ് ഈ പെട്ടി വാങ്ങിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വരുമെന്ന് പറയും. അതുകൊണ്ട് എന്ത് പ്രശ്നം വരുവാണെങ്കിലും നിങ്ങൾ ധൈര്യത്തോട്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഗാവും പുറത്തേക്ക് നോക്കാൻ വേണ്ടി പോകും. അതേസമയം ഗാവോടെ ആൾക്കാരും അവന്മാര് പറഞ്ഞ പോലെ ആ പെട്ടിയൊക്കെ ആ സ്ഥലത്തുണ്ട് വെച്ചെന്ന് പറയുമ്പം ഗാവോയും ഈ രാത്രി ഒരു പ്രശ്നം ഉണ്ടാകാതെ ഇടിയിൽ നടന്നോണെന്ന് അറിഞ്ഞിട്ട് അവന്റെ ആൾക്കാരെ പറഞ്ഞയക്കും. ഇതേ സമയം ഈശ്വൻ എവിടെ പോയെന്ന് അറിയാൻ വേണ്ടി ഇവള് റാറ്റിന്റെ ഗേൾഫ്രണ്ടോടും ചോദിക്കുമ്പം അവള് റാറ്റുമായിട്ട് അവൻ എങ്ങോട്ടോ ഒരു വെള്ള വാനിൽ പോകുന്ന കണ്ടെന്നറിയും. അപ്പോഴാണ് ഇവളും എങ്കിൽ പിന്നെ അത് എങ്ങോട്ടാന്ന് അറിയാൻ ചോദിക്കുമ്പം ഇവളാണ് ആ പഴയ ഫാക്ടറിയുടെ അങ്ങോട്ടാ പോയെന്നറിഞ്ഞ് ഇപ്പൊ ഇവളെ പറഞ്ഞയക്കും. അതോടെ ഹെയ്റ്റ് അങ്ങ് നേരെ അവൻ അന്വേഷിച്ചെരുമ്പരാണ്. അതേസമയം ഈശ്വനും കുറെ സമയമായിട്ട് ഇവിടെ അങ്ങ് ആരും വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവന് ടെൻഷനായിരിക്കും. അപ്പോഴാണ് റാറ്റും ഒരേശ ഗാവ നമ്മളിങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് അവൾമാരുടെ പുറയെല്ലാം പോകണമെന്ന് പറഞ്ഞ് ഇവന് മൊത്തത്തിൽ പേടിച്ചറിച്ചിട്ട് ഓരോ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കും. ഒരേശി പെട്ടി നിറച്ച് ഡ്രഗ് ആക്കിയിട്ട് ഇവരെ പോലീസിൽ കൊടുക്കാൻ പോവാണെന്ന്. അതോടെ ഈശ്വനും എങ്കിൽ പിന്നെ സത്യത്തിൽ ഇതിനകത്ത് എന്തോന്നറിയാൻ വേണ്ടി അവനെ പെട്ടി തുറന്നു നോക്കാൻ വേണ്ടി പോകുമ്പം റാറ്റ് അതൊന്നും വേണ്ട നമുക്ക് ഇവിടുന്ന് പോകാന്ന് പറഞ്ഞ് അവനെ അടങ്ങിയിരിക്കാൻ വേണ്ടി പറയും. പക്ഷെ അവസാനം ഈശ്വനെ തുറന്നു നോക്കുമ്പോഴാണ് ഇവന്മാര് കൊണ്ടുവന്ന കുറെ പെട്ടിയിൽ വെറും കല്ല് മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് അവന് സംശയത്തി വേറൊരു പെട്ടി തുറന്നു നോക്കുമ്പോഴാണ് അതിനകത്ത് ഒരു പയ്യനെ അടച്ചിട്ടേക്കുന്ന കാണുന്നത്. അതുകൊണ്ട് ഇവനും പേടിച്ചിട്ട് നമുക്ക് വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട ഈശ്വൻ എന്ന് പറഞ്ഞ് റാറ്റ് അത് അടച്ചു വെക്കാൻ നോക്കുമ്പം ഈശ്വനാണ് ഇതിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനാന്ന് പറഞ്ഞിട്ട് അവന് ശനിന് ജീവൻ വല്ല ഉണ്ടോ നോക്കിക്കൊണ്ടിരിക്കും. അതോടെ കൂട്ടുകാരനും പേടിച്ചിട്ട് നമുക്ക് വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട ഈശ്വൻ എന്ന് പറഞ്ഞ് ഇവനെ തടയാൻ നോക്കുമ്പോഴാണ് അതേസമയം ഷെന്നും കണ്ണുറന്ന ഉടനെ ഈശ്വനും മര്യാദയ്ക്ക് ഒച്ച വയ്ക്കില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ സംസാരിക്കാന്ന് പറഞ്ഞ് ഈശ്വൻ അവനെ രക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കും. അപ്പോഴാണ് ഷെന്നും കരഞ്ഞോണ്ട് എടാ എന്നെ ആരാണ്ട് ഫേസ് മറച്ചിട്ട് എന്നെ ഈ വാനിലേക്ക് അടിച്ചു കയറ്റിയതാടാ, എന്തോ സംഭവം എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇപ്പോഴെ എഴുന്നേറ്റ് നോക്കുന്ന. എടാ ഈശ്വൻ നീ എന്തോടെ ഇവിടെ ചെയ്യുന്നത്, നീയാണോ നിനക്കെതിരെ ഞാൻ ക്ലാസ് വെച്ച് പെറ്റീഷൻ കൊടുത്തോണ്ട് എന്നെ കൊല്ലാൻ നോക്കുന്നത്? എന്നിന് ഇവന് ചോദിക്കുമ്പം ഈശ്വനാണ് ഈ പെട്ടി തുറന്ന കാര്യം ചായ അറിയും. അതോടെ അവനും ദേഷ്യത്തി എടാ നിങ്ങളെ ഞാൻ പെട്ടി തുറക്കാൻ പറഞ്ഞായിരുന്നോ എന്നിനെ ചായ ചോദിക്കുമ്പം ഈശ്വൻ അവന്റെ കൂടെ പഠിക്കുന്ന ഒരു കൂട്ടുകാരനാന്ന് അറിയും. അതിനുശേഷം ചായയും യുവമാരോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിളിച്ചോണ്ടാകുമ്പം ഈശ്വൻ ഇവന് പേടിക്കണം എന്ന് പറഞ്ഞിട്ട് അവനും പുറത്തേക്ക് ചെല്ലും. ഭാഗ്യത്തിന് ഞാൻ ഓപ്പൺ ചെയ്ത്, അല്ലെങ്കിൽ അവൻ അവിടെ കിടന്ന് ചത്തുപോകത്തില്ലേ, നമുക്ക് പോലീസിനെ വിളിക്കാം, നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇതെല്ലാം ഗാവോ ചെയ്ത പരിപാടിയാ എന്നിന് അവനും പറയുമ്പം ചായ നമ്മളാടെ അവൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ആകെ നമ്മളെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയും. അതുകൊണ്ട് ഇത് കേസായാലും അവൻ തന്നെ ഇവർക്ക് നേരെ കുറ്റം പറയും. അപ്പോഴാണ് ഈശ്വനും ഇതൊരു കിഡ്നാപ്പിങ്ങാ, ഇതാ ഗാവോ ചെയ്യുന്ന പരിപാടിയല്ലേ, നമ്മളിത് അകപ്പെടത്തേ ഉള്ളു, ഞാൻ അവനോട് സംസാരിച്ച് അവനോടൊന്ന് പറഞ്ഞയക്കാം, അവൻ നമ്മളെ കുറ്റവാളിയായിട്ട് പോലീസിനോട് പറയത്തില്ല എന്നിന് ഇവനും പറയുമ്പം ചായയും അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും ചോദിക്കും. അപ്പോഴാണ് അവൻ ഇപ്പൊ തന്നെ അവനോട് സംസാരിക്കാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. എന്നിട്ട് അവന് ഷെന്നോട് ചെന്നിട്ട് നിന്നെ കിഡ്നാപ്പ് ചെയ്ത ഞങ്ങളല്ല ആ ഗാവയോന്ന് പറഞ്ഞിട്ട് ഇവരും കൂടി ഭക്ഷണത്തിൽ കൊടുക്കിതാന്ന് പറയും. അതുകൊണ്ട് ഈശ്വൻ ഇവനിപ്പോ വെറുതെ ഇടാൻ പോകുന്ന പറയുമ്പം ഷെന്നാണ് എങ്കിൽ ശരി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് അവൻ ഇവന്മാരുടെ കൂടെ തന്നെ
പുറത്തേക്ക് ചെല്ലും. അപ്പോഴാണ് കറക്റ്റ് അതേ സമയം ഗാവ അവന്റെ ആൾക്കാരായിട്ട് അവിടേക്ക് വരും. അതിനെ ശിവമാരെയൊക്കെ അടിച്ചിടുമ്പോഴാണ് ആ ഷെന്നും എന്നെ വെറുതെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് ശബ്ദം ഉണ്ടാക്കും. അങ്ങനെ അതിനെ ശിവമാരെല്ലാം കെട്ടിയിട്ടിട്ട് ഇവരെല്ലാം ഒരുമിച്ച് കൊല്ലാൻ വേണ്ടി ആ ഗാവ തീരുമാനിക്കും. എടാച്ചാ, ഞാൻ നിനക്ക് അവസാനമായിട്ട് ചാൻസ് എന്ന്, പക്ഷെ നീ എന്നെ തന്നെ കുടുക്കിലാക്കാൻ നോക്കുന്നു. എന്നിന് അവന് ചൂടാകുമ്പം ചായ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ പോലീസിനോട് പറയത്തില്ലെന്നറിഞ്ഞ് ഇവരെ വെറുതെ ഇടാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇത് കേട്ട് ഗാവയും നിങ്ങളൊന്നും കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ കിഡ്നാപ്പ് ചെയ്ത പയ്യൻ നമ്മളെല്ലാം കണ്ടില്ലേ, നിങ്ങൾക്ക് അവന്റെ വായ അടക്കാൻ പറ്റുമോ? എന്നിന് അവൻ ചോദിക്കുമ്പം ഈശ്വൻ അവന്റെ കൂട്ടുകാരനാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പൈസ എടുത്തോണ്ട് ഇവിടെ നിന്ന് പോകാൻ പറയും. അങ്ങനെ ഒരു വാക്കുപോലും നമ്മളെ കുറിച്ച് മിണ്ടത്തില്ലെന്ന് അറിയുമ്പം ഗാവയാണ് ഇത് കേട്ട് ചിരിച്ചിട്ട്, ഹോ നിങ്ങളൊക്കെ മണ്ടന്മാരാടാ, എന്റെ പ്ലാൻ നിങ്ങൾ ഫ്ലോപ്പ് ചെയ്ത്, ഇനിയിപ്പോ നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ ആ ഷെന്നിനെ കൊല്ലണം. എന്നിനെ ഗാവ ചോദിക്കുമ്പം ചായ ഞാൻ അവനെ കൊല്ലാന്ന് പറഞ്ഞിട്ട് ഇവന്മാരെയൊക്കെ വെറുതെ ഇടാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഈശ്വനും അവൻ ചുമ്മാ നിങ്ങളെ ട്രാപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അവന് ശബ്ദം ഉണ്ടാക്കുമ്പം ഗാവ ഇവന്റെ അടുത്തേക്ക് വന്നിട്ട്, ഞാൻ നിന്നെ വെറുതെ വിടാം, പക്ഷെ ഈ പയ്യനെ ഞാൻ എന്റെ കൈ കൊണ്ട് കൊല്ലും, അതുകൊണ്ട് നീ തന്നെ തീരുമാനം എടുത്തോ, ഇവന്റെ ജീവനാണോ അല്ലെ നിങ്ങളുടെ 3 പേരുടെ ജീവനാണോ വേണ്ടതെന്ന്. എന്നിനെ ഗാവയും പറഞ്ഞിട്ട് പോകുമ്പം ചായാണ് വിഷമിച്ചിട്ട് എന്തോ ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് ഈശ്വനും അവൻ ചത്തോളാം, ഇവ രണ്ടുപേരും ഇവിടുന്ന് പോയിക്കോളാൻ വേണ്ടി പറയും. അപ്പോഴാണ് ചായ സങ്കടപ്പെട്ടോണ്ട് അടുത്ത ജന്മത്തി ഇവന്റെ കടപ്പാട് തീർക്കാന്ന് പറഞ്ഞിട്ട് റാറ്റിനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവനും കരഞ്ഞോണ്ട് ഈശ്വരൻ നമ്മൾ ഒറ്റയ്ക്കാക്കലെന്ന് പറഞ്ഞിട്ട് അവന് ഈശ്വരൻ നോക്കി കരഞ്ഞോണ്ട് അവിടെ നിന്ന് പോകും. അതിനെ ശിവന്മാരെല്ലാരും കൂടെ ആ സ്ഥലം ഫുള്ളും പെട്രോൾ ഒഴിച്ച് ഇവന്മാരെ കത്തിച്ച് കൊല്ലാൻ വേണ്ടി പോവുക. അങ്ങനെ ഫാക്ടറി മൊത്തത്തിൽ തീ പടരുമ്പോഴാണ് റാറ്റും അവന്മാർ ഈശ്വരനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഇവനെ സഹായിക്കാൻ വേണ്ടി നോക്കും. പക്ഷെ അവന്മാരൊക്കെ ഇവന്റെ കാല് തല്ലി ഒടിച്ചേക്കുക, അതുകൊണ്ട് ഇവന് നടക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ ഈശ്വരനെയും ശെന്നിനെയും ആ ഫാക്ടറി അടച്ചു വെച്ച് കത്തിച്ചു വിടുമ്പോഴാണ് ഇവിടെ അടുത്ത സെക്കൻഡ് തന്നെ അവന്മാരൊക്കെ ചതിച്ചിട്ട് ചായം കുത്തി കൊല്ലാൻ വേണ്ടി നോക്കും. അതോടെ ഇവന്മാർ തമ്മിൽ കൂട്ടടിയാകുമ്പോഴാണ് അതേസമയം ഈശ്വനും വായിന്നൊരു ബ്ലേഡ് എടുത്തിട്ട് ഇവനാദ്യം ഈ കയർ കട്ട് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് ആ ഷെന്നും പേടിച്ചിട്ട് അവൻ ആ കയർ വെട്ടുമ്പോൾ തന്നെ ബ്ലേഡ് തറയിലേക്ക് വീഴും. അതോടെ ഈശ്വനാണ് ദേഷ്യത്തി നിനക്ക് മര്യാദയ്ക്ക് ഇതുപോലും ചെയ്യാൻ അറിഞ്ഞൂടെ എന്ന് പറഞ്ഞിട്ട് അവൻ കഷ്ടപ്പെട്ട ബ്ലേഡ് എടുക്കാൻ വേണ്ടി നോക്കും. പക്ഷെ ഇവനെ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. അതേസമയം പുറത്ത് ഷായിനെയും റാറ്റിനെയും അവന്മാരടിച്ച് പഞ്ഞു കിട്ടാണ്ടിരിക്കുക. അപ്പോഴായിരിക്കും ഏറ്റവും പെട്ടെന്ന് ഫാക്ടറിയിലേക്ക് ഓടിയെത്തിയിട്ട് അവൾ അവിടുത്തെ ജനാല വഴി ഇവന്മാരെ രക്ഷിക്കാൻ വേണ്ടി വരും. അപ്പോഴാണ് ഇത് കണ്ട് ഈശ്വനും നീയും തന്നെ ഇവിടേക്കൊന്ന് ഹൈറ്റാങ് നിറഞ്ഞ് അവളെ പെട്ടെന്ന് പോകാൻ പറയുമ്പം അവൾ അതൊന്നും കേൾക്കാതെ നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവന്മാരെ കയ്യങ്ങ് അയച്ചിടും. അതിനുശേഷം ഇവിടെ ഗാവോടെ ആൾക്കാരും ഇവന്മാരുടെ അടിച്ചിട്ടിട്ട് എടാച്ചാ നീയും നിന്റെ കൂട്ടാളിയും കൂടെ അവന്മാരെ കിഡ്നാപ്പ് ചെയ്ത് ഇവിടെ വെച്ച് കൊന്ന, അതിനുള്ള എവിഡൻസ് ഒക്കെ ഇപ്പൊ ഞങ്ങളുടെ ഉണ്ട്, ഞങ്ങളൊക്കെ ചുമ്മാ നിങ്ങളെ തടയാൻ വേണ്ടി വന്നേ, ഈ കഥ എങ്ങനെയുണ്ട് എന്നതിന് ഗാവയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവര് 3 പേരും കൂടെ ആ ജനാല വലിയ രക്ഷോട്ട് വന്നിട്ട് ഇവരപ്പം തന്നെ അവർ ചെന്ന് പിടിക്കുന്നറിഞ്ഞ് അവരുടെ പുറകെ തന്നെ ചെല്ലും. അതേസമയം ഇവന്മാർ 2 പേരും കൂടെ അനങ്ങാൻ പറ്റിയില്ലെങ്കിലും ഇവന്മാരെയൊക്കെ മാക്സിമം തടഞ്ഞു നിർത്താൻ വേണ്ടി നോക്കും. അങ്ങനെ ഈശ്വൻ ഇപ്പൊ തന്നെ അവരെ വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകാൻ വേണ്ടി പറയുമ്പം ഈശ്വൻ അവന്മാരെ നോക്കി ഫൈറ്റ് ചെയ്തിട്ട് ചായ റാറ്റിനും കൂടെ രക്ഷിക്കാൻ വേണ്ടി നോക്കും. പക്ഷെ അവന്മാരാണ് ഞങ്ങളെ കുറിച്ച് വിഷമിക്കണം, നീ ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോകുന്ന പറഞ്ഞിട്ട് അവന്മാർ അവിടെ നിന്ന് വിളിച്ചു പോയതോടെ ഇവന് മനസ്സിലാതെ അപ്പൊ തന്നെ ഇവരെ വിളിച്ചോണ്ട് അവിടെ നിന്ന് ഓടിപ്പോകും. അതിനുശേഷം ഇവിടെ ഗാവയും അവന്മാർ തമ്മിൽ അടിയാകുമ്പോഴാണ് ചായ റാറ്റും കൂടെ ചേർന്നിട്ട് ആ ഗാവയെ അവിടെ വെച്ച് തന്നെ കുത്തിക്കൊല്ലും. അങ്ങനെ ഈ കേസിലാണ് ഇവന്മാർ 2 പേരും കൂടെ ജയിലിലാകുന്നത്. അതിനുശേഷം അവിടേക്ക് പോലീസൊക്കെ വന്നിട്ട് അവിടെ മൊത്തത്തിൽ സീനായ കാര്യം ഇപ്പൊ റാറ്റ് ഇവരോട് പറയും. അങ്ങനെ അവൻ ആകെ ഓർമ്മയുള്ള ഈശ്വന് ഹെയ്റ്റാങ്ങിനെ അവിടെ നിന്ന് പറഞ്ഞയച്ചിട്ട് ഇവർ ജയിലിൽ പോയത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഹെയ്റ്റാങ് ഈശ്വന് വേണ്ടി എന്തും ചെയ്യും, അതേപോലെ ഈശ്വനും അവൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാന്നറിഞ്ഞ് ഇവരോടൊക്കെ ആ കാര്യം പറയും. അതിനുശേഷം ഇവിടെ പോലീസും ഈശ്വന് മാത്രം അകത്തേക്ക് വിളിച്ചോണ്ട് പോകുമ്പോഴാണ് ഹെയ്റ്റാങ് അവളുടെ കൈ പൊള്ളിപ്പോയാലും അതിനോർത്ത് വിഷമിക്കാതെ ഈശ്വന് മാത്രം എന്തിനാ അകത്തേക്ക് വിളിച്ചോണ്ടാവും ചോദിക്കും. അങ്ങനെ അവൻ ക്രിമിനൽ അല്ല, അവൻ ഈ ഷെനിന്റെ കൂടെ അവരൊക്കെ കെട്ടിയിട്ടിരുന്നേന്ന് പറഞ്ഞ് ഇവള് പറയുമ്പം ആ പോലീസ് ഒന്നും കേൾക്കാൻ തയ്യാറാകത്തില്ല. അതുകൊണ്ട് ഷെനിനോടൊന്ന് ചോദിക്കുന്നറിഞ്ഞ് അവനെ സംസാരിക്കാൻ പറയുമ്പോഴാണ് അവനും കരഞ്ഞോണ്ട് എനിക്കിപ്പോ എന്റെ വീട്ടിൽ പോകണം, അല്ലാതെ ഞാനൊന്നും പറയത്തില്ലെന്നറിഞ്ഞ് അവനും കരഞ്ഞോണ്ടിരിക്കും. അതിനുശേഷം അവന്റെ അമ്മയും അച്ഛനും കൂടെ അവിടേക്ക് വരുമ്പോഴാണ് ഇവൻ അച്ഛൻ കുറെ കടം വാങ്ങിച്ചോണ്ട് അവന്മാർ എന്നെ കൊല്ലാൻ നോക്കിയെന്നറിഞ്ഞ് അവന്റെ അച്ഛനെ വഴക്കുറഞ്ഞോണ്ടിരിക്കും. അതിനുശേഷം അവർ തമ്മിൽ വഴക്കാകുമ്പോഴാണ് പോലീസ് ഇവിടെ വെച്ച് വഴക്കുണ്ടാക്കാതെ പോകാൻ പറഞ്ഞ ഉടനെ ഷെൻ അവന്റെ ഫാമിലി ആയിട്ട് അവിടെ നിന്ന് പോകും. ഇത് കണ്ട് ഹെയ്റ്റാങ്ങും ഈശ്വനെ രക്ഷിക്കാൻ വേണ്ടി നീ ഇവരോട് സത്യം പറഞ്ഞറിഞ്ഞ് അവളും ചോദിക്കുമ്പം അവന് മൈൻഡ് ചെയ്യാതെ അവന്റെ അമ്മയായിട്ട് അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കും. അതോടെ അവള് ശബ്ദം ഉണ്ടായിക്കൊണ്ട് നിന്നെ സഹായിക്കാൻ വേണ്ടിയാണ് അവൻ ഇത്ര കഷ്ടപ്പെട്ടെന്നറിഞ്ഞ് കുറച്ചെങ്കിലും മനസ്സാക്ഷി അവനോട് കാണിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അവളും കരഞ്ഞോണ്ടേ കുറെ കെഞ്ചി നോക്കുമ്പോഴാണ് പെട്ടെന്ന് അവന് തിരിച്ചു വന്നിട്ട് പോലീസ് ഈശ്വനൊന്നല്ല എന്നെ കിഡ്നാപ്പ് ചെയ്ത, അവൻ എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നേ, അതുകൊണ്ട് നിങ്ങൾ അവന്റെ പേര് കേസൊന്നും ഫയൽ ചെയ്യണ്ട എന്നിന് അവനും പറഞ്ഞിട്ട് പോകുമ്പം ഹേറ്റയും കരഞ്ഞോണ്ട് അവന് താങ്ക്സ് പറയും. അതിനുശേഷം ഈശ്വൻ വരുന്നവർ ഇവൾ കുറെ സമയം വെയിറ്റ് ചെയ്യുമ്പോഴാണ് അവിടുത്തെ പോലീസും ഇവളുടെ കൈ ഇങ്ങനെ പൊള്ളിപ്പോയിരുന്നിട്ട് എന്തിനാ ആശുപത്രി പോകാതെ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന ചോദിക്കും. അപ്പോഴാണ് അവളും ഈശ്വൻ വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളെന്ന് അവൾ അവിടെ തന്നെ കുത്തിയിരിക്കുമ്പം ഇവളുടെ ടീച്ചർ അവിടേക്ക് വന്നിട്ട് ഈശ്വനൊന്നും പറ്റത്തില്ല, ഇവളെ ആദ്യം ആശുപത്രിയിലേക്ക് വിളിക്കും. അപ്പോഴാണ് അവളും ഈശ്വൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ടീച്ചർ എന്ന് പറഞ്ഞ് അവനെ പോലീസ് ഇപ്പൊ വെറുതെ വിടുന്നില്ലെന്ന് പറയുമ്പം ടീച്ചർ ആ കാര്യമൊക്കെ ഇവർ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇവളെ പേടിക്കാതെ ഇപ്പൊ ആശുപത്രിയിലേക്ക് വരാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇവളൊരു കാര്യം അറിയുന്ന സ്കൂളിൽ നിന്ന് ഈശ്വനും ഈ പ്രശ്നം കാരണം പുറത്താക്കിയെന്ന്. എന്നിട്ട് ഇവിടെ റാറ്റും അവ 2 ഫോട്ടോസൊക്കെ കാണിച്ചിട്ട് ഒരേ ഈശ്വൻ
ഈശ്വൻ ഇവർ വീണ്ടും കണ്ടുമുട്ടുവാണ്, അത് ഇവന്റെ അടുത്തും കൂടെ പറയണമെന്ന് പറയും. അങ്ങനെ അതോടെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild.